ആളിക്കത്തുന്ന തീയിലേക്ക് നോക്കി നിൽക്കുമ്പോഴും അവളുടെ ഓർമ്മകളിൽ ആ പൊടിമീശക്കാരൻ മാത്രമായിരുന്നു. മെല്ലെ അവനിലുണ്ടായ വളർച്ചയും അതിലൂടെ തങ്ങളിലുണ്ടായ അകൽച്ചയും. കാലങ്ങൾ കാത്തിരുന്നാണെങ്കിലും തൻ്റെ പ്രണയം സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അവളുടെ ഉള്ളം സന്തോഷം കൊണ്ട് പൊതിഞ്ഞിരുന്നു. തൊട്ടു പിന്നിൽ അവൻ്റെ സാമീപ്യം അവൾ അറിഞ്ഞു. അവൻ്റെ കൈകൾ പിന്നിലൂടെ അവളുടെ വയറിൽ ചുറ്റി നിന്നതും അവൾ ആദ്യമൊന്ന് ഞെട്ടി. ശ്വാസം പോലും നെഞ്ചിൽ തങ്ങി നിന്നു. സോറി. അവനിൽ നിന്നും അങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൾ നെറ്റി ചുളിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുടിയിൽ ചെറുതിലെ പതിഞ്ഞു. ഒരിക്കലും നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല. എൻ്റെ കൺമുന്നിൽ എൻ്റെ കയ്യിലേക്ക് ജനിച്ച് വീണവളാ നീ. എൻ്റെ കൈ പിടിച്ച് നടക്കാൻ പഠിച്ചവൾ, ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവച്ചവൾ. പക്ഷേ നിൻ്റെ മനസ്സ് മാത്രം കാണാൻ എനിക്ക് സാധിച്ചില്ല. വളർന്നു വന്നപ്പോൾ പ്രായത്തിൻ്റെ ചാബല്യം കാരണമാകാം മനസ്സ് പലതിലേക്കും പോയി. അവിടെയും നിൻ്റെ നിറഞ്ഞ കണ്ണുകൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. നിനക്ക് അനുകൂലമായൊരു നോട്ടം പോലും നൽകിയില്ല. പിന്നെ എങ്ങനെയാണ് നിനക്ക് എന്നെ ഇത്രയും സ്നേഹിക്കാൻ കഴിയുന്നത്? അതിനുള്ള യോഗ്യതയുണ്ടോ എനിക്ക്? പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അവളുടെ കണ്ണുകൾ നീർക്കണം ഉരുണ്ടുകൂടി. ചുണ്ടിൽ ആരെയും മയക്കാൻ പാകത്തിനുള്ള പുഞ്ചിരിയും. അവൾ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് തന്നെ ഒന്ന് തിരിഞ്ഞു. കൈകൾ രണ്ടും അവൻ്റെ കഴുത്തിലൂടെ ഇട്ടുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതും ആ പുഞ്ചിരി എന്തുകൊണ്ടോ അവൻ്റെ ചുണ്ടിലും തെളിഞ്ഞു. നന്ദേട്ടൻ കേട്ടിട്ടുണ്ടോ, സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കപ്പെടുന്നതാണ് മനോഹരമെന്ന്? അതുപോലെ ഞാൻ സ്നേഹിച്ചു. എന്നെ ഒന്ന് സ്നേഹിക്കപ്പെടാൻ കൊതിച്ചു. എനിക്കും അറിയണമായിരുന്നു പ്രണയത്തിൻ്റെ മധുരം. 10 വർഷം കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും എൻ്റെ കള്ളകൃഷ്ണൻ നിങ്ങളെനിക്ക് തന്നെ തന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഒരു സ്വസ്ഥത കൊടുക്കാഞ്ഞതുകൊണ്ടാവും. ആ പ്രണയത്തിൻ്റെ യോഗ്യതയുടെയോ യോഗ്യതക്കേടിൻ്റെയോ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ പ്രണയമാണ്, എനിക്ക് മാത്രം അവകാശപ്പെട്ടത്. അവളൊരു കള്ളച്ചിരിയോടെ പറയുന്നത് കേട്ട് അവൻ അവളുടെ മുടിയിഴകളിൽ വാത്സല്യത്തോടെ, അതിനേക്കാൾ പ്രണയത്തോടെ തലോടി. അവളും അവനെ നോക്കി നിൽക്കുകയായിരുന്നു. അവളൊന്ന് പെരുവിരലിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ വലതു കവിളിൻ്റെ സൈഡിലായി ഒന്ന് ചുണ്ടു ചേർത്തു. ഓർമ്മയിലെ 2ാമത്തെ ചുംബനം. അവളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത പ്രതികരണമായതുകൊണ്ട് അവൻ ആദ്യം ഒന്ന് തരിച്ചെങ്കിലും അത് മെല്ലെ പുഞ്ചിരിയിലേക്ക് മാറി. മെല്ലെ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. എന്താ മാഡം, സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഞാനെങ്ങാനും ഒന്ന് ഉമ്മ വെച്ചാൽ എന്നെ ചീത്ത വിളിക്കുന്ന മണി തന്നെയാണോ ഇത്? അവനൊരു കള്ളച്ചിരിയോട് ചോദിച്ചു. അതേലോ തമ്പ്ര, ഇന്ന് ഇച്ചിരി നല്ല മൂഡിലായിപ്പോയി. അല്ലേ കെട്ടിപ്പിടിച്ചതിന് തലവഴി വെള്ളം ഒഴിച്ചന. പിന്നെ 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 നന്ദേട്ടനല്ലേ 3 വർഷമായിട്ട് എന്നെ സ്നേഹിക്കുന്നതല്ലേ, ഒന്നുമില്ലേലും എന്നെ തല്ലുന്നതല്ലേ എന്നൊക്കെ ഓർത്തപ്പോൾ എവിടെ നിന്നോ ഒരു സ്നേഹം. അതുകൊണ്ട് ഉമ്മ വെച്ചതാ. ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ലെങ്കിൽ തിരിച്ചു വന്നേക്ക്, അവൾ കുസൃതിയോടെ പറഞ്ഞു. അവൻ മൂക്ക് ചുളിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. അതങ്ങിഷ്ടപ്പെട്ടു. എന്നാലും വേറൊന്ന് തിരികെ തന്നില്ലേ മോശമല്ലേ? എൻ്റെ മണിക്കുട്ടിക്ക് എവിടെ വേണ്ടേ? നിക്ക് ഇവിടെ മതി. സ്വയം നെറ്റിയിൽ തൊട്ടുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ ചെറുചിരിയോടെ തന്നെ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. അങ്ങേയറ്റം സ്നേഹത്തോടെ, വാത്സല്യത്തോടെ. അവളത് കണ്ണുകൾ അടച്ചുകൊണ്ട് ഏറ്റുവാങ്ങി. എന്നെ പണ്ടും നന്ദേട്ടൻ എവിടെ ഉമ്മ വെക്കുക. ഞാൻ കരയുമ്പോൾ സാരില്ല എന്നും പറഞ്ഞ് നെറ്റിയിലും വെക്കും. എനിക്ക് എന്തോരം ഇഷ്ടമായിരുന്നെന്നറിയോ? അവളുടെ ഓരോ വാക്കുകളും അവന് പുതിയ അനുഭവങ്ങളായിരുന്നു. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. വേറൊരാളും അനുഭവിച്ചിട്ടില്ലാത്ത പ്രണയത്തിന്, സ്നേഹത്തിന് ലഹരിയേക്കാൾ വീര്യം കാണുമെന്നുള്ള വാക്കുകൾ എത്ര സത്യമാണെന്ന് അവൻ ചിന്തിച്ചുപോയി. നിനക്കിപ്പോഴും അതൊക്കെ? ഓർമ്മയുണ്ട്. എനിക്കെന്തോ അതൊന്നും മറക്കാൻ തോന്നില്ല. പിന്നെ മുത്തശ്ശി ഇടയ്ക്കിടെ കഥകൾ പറഞ്ഞു തരുമ്പോൾ കൂടെ ഉണ്ടാകും നന്ദം പുരാണങ്ങൾ, അവൾ ചിരിയോടെ പറഞ്ഞു. അവനെന്തോ വാക്കുകളില്ലായിരുന്നു. അവൻ മെല്ലെ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. മണിയേ, മോളെ, നീ ആരോടെ സംസാരിക്കണേ? പെട്ടെന്ന് മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്നും വിട്ടുമാറി. നടുമുറിയിൽ നിന്നും മുത്തശ്ശി വരുന്ന കാൽപെരുമാറ്റം കേൾക്കാൻ പാകത്തിനുള്ളതായിരുന്നു. അവൾ നഖം കടിച്ച് ചുറ്റും നോക്കിക്കൊണ്ട് എന്തോ പെട്ടെന്നുള്ള ബുദ്ധിയിൽ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് നിലത്തിട്ടു. അത് കുഞ്ഞിയാ മുത്തശ്ശി, എല്ലാം തട്ടിമറിച്ചു. കുഞ്ഞി, നിനക്ക് നല്ലോണം കൂടുന്നുണ്ട് കേട്ടോ.
മാരക അഭിനയം കാഴ്ചവെച്ചുകൊണ്ടുള്ള അവളുടെ സംസാരം കേട്ട് നന്ദൻ വാ പൊത്തിക്കൊണ്ട് അവളെ നോക്കിപ്പോയി. മണിയാണെങ്കിൽ വല്ല കള്ളന്മാരെയും പോലെ അവനെയും പിടിച്ച് ഉന്തി വീടിന് വെളിയിലാക്കി. പോയി ആ പറമ്പിൽ എന്തെങ്കിലും ചെയ്ത് നിൽക്ക്, അല്ലേ മുത്തശ്ശിയുടെ മുന്നിൽ നാണം കെടും. ചെല്. അവൾ കൈ കൂപ്പിക്കൊണ്ട് പറയുന്നത് കേട്ട് അവൻ ആകെ അന്തം വിട്ടുകൊണ്ട് അവളെയും നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. മ്യാവ്. പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞതും മണി ചുറ്റുമൊന്ന് നോക്കിയതും അമ്മിത്തണ്ടിൽ പതിഞ്ഞിരിക്കുന്നുണ്ട് കുഞ്ഞ്. കുഞ്ഞി ക്ഷമിക്കണേ, ഇന്ന് ഈ നുണയ്ക്ക് പകരം ഒരു പാത്രം പാല് തരാട്ടോ. അവൾ ചിരിയോടെ പറയുന്നത് കേട്ടിട്ടും കുഞ്ഞ് ശബ്ദം കൂട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. നമുക്കൊന്ന് നടന്നാലോ? ഗൗതമിനെ നോക്കി വിച്ചു ചോദിച്ചതും ഗൗതം ഒന്ന് തലയാട്ടിക്കൊണ്ട് അവനോടൊപ്പം ആ വരാന്തയിലൂടെ നടന്നു. വിച്ചുവിന് എന്തോ അവനോട് പറയാനുണ്ടെന്ന് അവനും മനസ്സിലായിരുന്നു. നീ എല്ലാവരിൽ നിന്നും എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടടാ? വിച്ചു ഒരു കുസൃതിയോടെ ചോദിച്ചു. ഗൗതമിൽ അതിൻ്റെ ഞെട്ടൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും അവനത് പെട്ടെന്ന് മറച്ചു വെച്ചുകൊണ്ട് സംശയത്തോടെ അവനെ നോക്കി. എന്തോ എനിക്കങ്ങനെ തോന്നി. നിന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ, നിനക്കെന്തോ ഒരു മാറ്റം, അതുകൊണ്ട് ചോദിച്ചതാ. അവൻ പറഞ്ഞതും ഗൗതം ഒന്ന് ചിരിച്ചതേയുള്ളൂ. ഏട്ടാ. പെട്ടെന്ന് പാറുവിൻ്റെ ശബ്ദം കേട്ട് രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കിയതും കയ്യിൽ എന്തോ ലിസ്റ്റുമായി അവരുടെ ഇടയിലേക്ക് ഓടി വന്നു പാറു. ഇത് അമ്മയുടെ മരുന്നിൻ്റെതാണേ, വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവളൊന്ന് അണച്ചുകൊണ്ട് പറഞ്ഞതും എന്തുകൊണ്ടോ ഗൗതമിൻ്റെ നോട്ടം വിച്ചുവിലെത്തി നിന്നു. പാറുവിൽ തെളിഞ്ഞു നിൽക്കുന്ന അവൻ്റെ നോട്ടവും ആ പുഞ്ചിരിയും അന്നാദ്യമായി ഗൗതമിനൊരു പ്രയാസമായി തോന്നി. ഞാൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വന്നോളാം, നീ പോകാൻ നോക്ക്. ഗൗതം അല്പം കടുപ്പത്തിൽ പറഞ്ഞതും ഒന്ന് ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പാറു തിരിഞ്ഞു നടക്കുന്നതും നോക്കി ഗൗതം ലിസ്റ്റ് പോക്കറ്റിലിട്ടു. വിച്ചു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അതിനാണോ ഈ മുഖവുര? എന്തോ ഇനിയും അധിക നേരം പിടിച്ചു വെക്കാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഗൗതം തന്നെ ആ ചോദ്യം മുന്നിലേക്ക് വലിച്ചിട്ടു. വിച്ചു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പിറകിലേക്ക് കൈകെട്ടി മുന്നോട്ട് നടന്നു. പറയാനുണ്ടായിരുന്നു, എന്തോ മനസ്സനുവദിക്കുന്നില്ല. എന്നാൽ ഞാൻ പോയി. അമ്മ തനിച്ചാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. വിച്ചു പറയുന്നത് കേട്ട് ഗൗതം ഒന്ന് തലയാട്ടി. അവൻ്റെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് നടന്നകലുന്ന വിച്ചുവിനെ ഗൗതം അലിവോടെ നോക്കി. എന്തോ ഉള്ളിലൊരു സംഘർഷമുണ്ടായി തുടങ്ങിയിരുന്നു. എൻ്റെ കുട്ടിയെ, ഞാൻ മിരിച്ചോളാം ഇതൊക്കെ. മുത്തശ്ശിയുടെ ബെഡ് ശരിയാക്കി കൊടുക്കുന്നതിനിടയിലുള്ള മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് അവൾ അവരെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അതെന്താ ഞാൻ വിരിച്ച? അടങ്ങിയിരുന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ബെഡ് വിരിച്ചു. പിന്നെ പേരക്കുട്ടിയോട് പറഞ്ഞേക്ക് ഏട്ടൻ്റെ മുറി കിടക്കാൻ, മഞ്ഞ് കൂടുതലാ, മാനം നോക്കി നിന്നാൽ വല്ല അസുഖവും പിടിക്കുമെന്ന്. പറഞ്ഞേക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് കയറി. മുടിയൊന്ന് ഉയർത്തിക്കെട്ടിക്കൊണ്ട് റൂമിൽ ഒരു മൂലയിൽ ഇട്ടിട്ടുള്ള കുഞ്ഞു മേശയ്ക്കടുത്തേക്ക് കസേര വലിച്ചിട്ടിരുന്നു. മേശയിൽ ഒരുപാട് പേപ്പറുകൾ വാരി വലിച്ചിട്ടിട്ടുണ്ട്. ചിലതിലെല്ലാം എന്തൊക്കെയോ കുത്തിക്കുറിക്കുകയും പേന കൊണ്ട് വെട്ടു തീർത്തിട്ടുമുണ്ട്. അവൾ പാതി എഴുതി വെച്ച് കുറച്ച് പേപ്പറുകൾ എടുത്തു. അതിലെ ഓരോ വരികളും ചിന്തകളെ തൊട്ടുണർത്താനെന്ന പോലെ വീണ്ടും വീണ്ടും വായിച്ചു. മനസ്സിൽ ഓരോന്ന് കടന്നു വന്നതും അതിന് തുടർച്ച എന്ന പോലെ ഓരോന്നെഴുതി. സംതൃപ്തിയാകാതെ അത് വെട്ടിയും ചുരുക്കിയും ചില നേരത്തെ ദേഷ്യത്തോടെ പേപ്പർ ചുരുട്ടി എറിയുന്നുമുണ്ട്. അവൾ ദേഷ്യത്തോടെ ഒരു പേപ്പർ കൂടി ചുരുട്ടി എറിഞ്ഞതും അത് വാതിൽപ്പടിയിൽ ഉള്ളിലേക്ക് കടക്കാൻ നിന്ന നന്ദൻ്റെ കാലുകൾക്കടിയിലേക്കാണ് വീണത്. അവൻ ചിരിയോടെ അത് കയ്യിലെടുത്തു. മെല്ലെ നിവർത്തി അതിലേക്ക് കണ്ണുകൾ നാട്ടിക്കൊണ്ട് ഉള്ളിലേക്ക് നടന്നു. മനസ്സ് ശാന്തമല്ല, ഉള്ളിൽ1000 ചിന്തകൾ കടന്നുകൂടുന്നു. പിന്നെ എങ്ങനെ എഴുതും? അവൻ സൗമ്യമായി ചോദിച്ചതും അവളിൽ നിന്നും അവന് ലഭിച്ചത് കത്തുന്നൊരു നോട്ടമായിരുന്നു. നന്ദേട്ടാ, അത്ര നല്ല മൂഡ് തോന്നുന്നില്ല. അവൾ നെറ്റിയിൽ ഒഴിഞ്ഞുകൊണ്ട് കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ മുടിയിലൊന്ന് തലോടി. എനിക്ക് പരിചയമുള്ളൊരു മണിക്കുട്ടിയുണ്ട്. കുളപ്പടവിലും തൊടിയിലെ ഊഞ്ഞാലിലും എല്ലാം ഇരുന്ന് തൻ്റെ തൂലിക കൊണ്ട് വസന്തം തീർത്ത മണിക്കുട്ടി, ജാൻവി വിശ്വനാഥൻ. അവളുടെ ഓരോ പുസ്തകങ്ങളും വായിക്കാൻ കൊതിയോടെ കാത്തിരുന്നിട്ടുണ്ട്. അതിലൂടെ പ്രണയം, വിരഹം, സ്നേഹം മുതൽ എല്ലാ വികാരങ്ങളിലും അറിഞ്ഞിട്ടുണ്ട്. നീ ജാൻവി ആനന്ദനായല്ല, ജാൻവി വിശ്വനാഥനായി ആലോചിച്ച് നോക്ക്. അവൾക്ക് എഴുത്തിനോട് പ്രണയമുള്ളൂ, ആവേശമുള്ളൂ, ഭ്രാന്തുള്ളൂ. ആ ഭ്രാന്ത് കൊണ്ട് പൂക്കുന്ന ഓരോ വരിക്കും ലഹരിയായിരിക്കും, പ്രണയം പോലെ തന്നെ. അവൻ ആവേശത്തോടെ ഓരോന്ന് പറയുമ്പോഴും അവളുടെ ഉള്ളിൽ എന്തോ ഒരു ഊർജം വന്ന് നിറയുകയായിരുന്നു. അവൾ കസേരയിൽ നിവർന്നിരുന്നു. നന്ദൻ ചിരിയോടെ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് മേശയിൽ അവൾക്ക് വേണ്ടി മാത്രം വാങ്ങിച്ച് ഡയറി വെച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കുകയായിരുന്നു. അവൻ തിരിഞ്ഞു നിന്ന് കണ്ണിറുക്കി ചിരിച്ചു. അവളുടെ ചുടികളിലും ആ പുഞ്ചിരി നിറഞ്ഞു.
അവൻ പോകുന്നതും നോക്കി കുറച്ചു നിമിഷങ്ങൾ അവൾ ഇരുന്നു പോയി. തൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവനോട്, തളർന്നു നിൽക്കുന്ന സമയം വാക്കുകൾ കൊണ്ട് ഊർജം നൽകുന്നവനോട് അവൾക്ക് പ്രണയമായിരുന്നു. അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നിരുന്നത് അവൻ്റെ മുഖമായിരുന്നു. അവളുടെ തൂലിക ചലിച്ചു. അവന് വേണ്ടി മാത്രം, തൻ്റെ പ്രണയത്തിൻ്റെ ആഴം അളക്കാൻ വേണ്ടി മാത്രം. നന്ദേട്ടാ, എണീറ്റേ, ഇന്ന് സ്കൂളിൽ പോകണ്ടായോ? എണീക്കാൻ, അവരൊക്കെ തറവാട്ടിലെത്തിയിട്ടുണ്ടേ. മണി പുതപ്പ് മടക്കി വെച്ചുകൊണ്ട് അവനെ വിളിച്ചെങ്കിലും നോ റെസ്പോൺസ്. രാവിലെ തന്നെ എത്തിയ ഗൗതം എന്തോ ചിന്തയിലെന്ന പോലെ ബ്രഷും എടുത്ത് കുളത്തിലേക്ക് പോകുന്നുണ്ട്. ഏട്ടാ, ആ കട്ടിലിൽ കിടക്കുന്ന ആളെ കൂടി വിളിച്ചോ, ഞാൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. മണി പരാതി കണക്കെ പറഞ്ഞതും ഗൗതം ഏതോ ഓർമ്മയിൽ എന്ന പോലെ നടക്കുകയാണ്. ഏട്ടാ. മണിയുടെ വിളി എത്തിയതും അവൻ ഓർമ്മയിൽ നിന്നും ഞെട്ടി ഉണർന്നു. അവൻ്റെ ഭാവവ്യത്യാസങ്ങൾ കണ്ണുകളാൽ ഒപ്പിയെടുക്കുകയായിരുന്നു മണി. എന്തു പറ്റിയേട്ടാ? പനി വല്ലതുണ്ടോ? അവൾ ആദ്യയോടെ അവൻ്റെ കഴുത്തിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചതും ഗൗതം ഒന്ന് ചിരിച്ചു. ഒന്നുമില്ലടി, ഞാൻ വെറുതെ ഓരോന്ന്. അല്ല, അവൻ എഴുന്നേറ്റില്ലേ? ഞാൻ വിളിച്ചോളാം, നീ അപ്പച്ചിയുടെ അടുത്തേക്ക് വയ്ക്കും. ഗൗതം എന്തോ ഒളിച്ചു വെക്കും പോലെയുള്ള സംസാരത്തിൽ മണി ഒന്ന് കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി. വാദ്യാർക്ക് എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ. ഇന്ന് വന്നത് മുതൽ എന്തോ ചിന്തയും പരസ്പര ബന്ധമില്ലാത്ത സംസാരവും. എന്താ കാര്യം? എന്നോട് ഒളിപ്പിച്ചു വെക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഊരയിൽ കൈ ഊന്നിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് അവൻ ആദ്യമൊന്ന് പരിങ്ങിയെങ്കിലും പിന്നീട് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഏയ്, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ ആലോചിച്ച് മറുപടി പറയണം. അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് കുറച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് ഗൗതം പറഞ്ഞതും അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് തലയാട്ടി. എന്താ ഏട്ടാ? അത് നീയും പാറും കോളേജിൽ പോകുന്ന സമയത്തോ വരുന്ന സമയത്തോ അങ്ങനെ ഏതെങ്കിലും ടൈമിൽ സ്ഥിരമായി വിച്ചുവിനെ കാണാറുണ്ടോ? അവൻ അല്പം മടിച്ചാണ് അത് ചോദിച്ചത്. മണി സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ഒന്നാലോചിച്ചു. ഗൗതം ആകാംക്ഷയോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. വിച്ചേട്ടനെയോ? അങ്ങനെ ചോദിച്ചാ, ആ, ഞങ്ങൾ കോളേജ് വിട്ട് വരുമ്പോൾ കാണാറുണ്ട്. ആ കിണറില്ലേ, അവിടെ ഉണ്ടാവും. ഇടയ്ക്ക് ഞങ്ങൾക്ക് തേന്നിലേക്കൊക്കെ വാങ്ങിത്തരും. അവൾ ആവേശത്തോടെ പറഞ്ഞതും അവൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം അത് തന്നെയായിരുന്നു. എന്നിട്ടെന്താ ഇത് നീ എന്നോട് പറയാഞ്ഞേ? എന്തു പറയാ? തേനെല്ലിക്ക വാങ്ങിത്തരുന്നതോ? ഏട്ടനോ വാങ്ങിത്തരുന്നില്ല. വാങ്ങിത്തരുന്നവരെ കൂടി മുടക്കാനാണോ? ആ പുതിയ മനസ്സിൽ വെച്ചാൽ മതി. മാറിക്കേ, പോയിട്ട് വേറെ പണിയുള്ളതോ. മണി അവനെ ഉന്തു മാറ്റിക്കൊണ്ടു പോയതും അവൻ ചിന്തയിലേക്ക് വീണു. അവൻ്റെ തോളിൽ ആരോ കൈവച്ചപ്പോഴാണ് അവൻ അതിൽ നിന്നും മോചിതനായത്.